സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തിയും പണവുമൊക്കെ ഉണ്ടായിട്ട് എന്താണ് കാര്യം? സഹജീവികളെ ബഹുമാനിക്കുമ്പോഴും മാന്യമായി പെരുമാറുമ്പോഴുമാണ് നമ്മൾ ഓരോരുത്തർക്കും വിലയിടുന്നത്. ഉള്ളിലെ ജാതിബോധവും വീട്ടിലും സമൂഹത്തിലുമുള്ള പെരുമാറ്റവും കണ്ടാൽ ചിലരോട് നമുക്ക് അറപ്പും വെറുപ്പും തോന്നും. നിരവധി കലാകാരികളുടെ അധ്യാപികയായ കലാമണ്ഡലം സത്യഭാമയുടെ തനി സ്വഭാവം മറന്നീക്കി പുറത്തു വന്നത് ഒരൊറ്റ പരാമർശം കൊണ്ടാണ്. ഒരു കലാകാരനെ ജാതിയുമായും നിറത്തിൻ്റെ പേരിലും അധിക്ഷേപിച്ച സത്യഭാമയുടെ ക്രൂരതയ്ക്ക് ഇരകളായവരിൽ അവരുടെ കുടുംബാംഗങ്ങൾ വരെയുണ്ട്. മരുമകളെ മർദ്ദിച്ചതിന് സ്ത്രീധന പീഡന കേസിൽ പ്രതിയാണ് കലാമണ്ഡലം സത്യഭാമ. 1.5 വർഷം മുൻപുണ്ടായ ആ കേസാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. RLV രാമകൃഷ്ണനെ വംശീയമായി അധിക്ഷേപിച്ച നർത്തകി കലാമണ്ഡലം സത്യഭാമ ഒരു കലാകാരി മാത്രമല്ല, വിവാദ നായികയാണ്. രാമകൃഷ്ണനെതിരായ പരാമർശത്തിൽ അവരുടെ ജാതിബോധത്തിനൊപ്പം അഹംഭാവവുമാണ് പുറത്തു വന്നത്. ഒരു കലാകാരിക്കപ്പുറം ആരാണ് സത്യഭാമ എന്ന് വ്യക്തമാകണമെങ്കിൽ അവരുടെ വീട്ടിലേക്കൊന്ന് പോകണം. സംഭവം 2022 നവംബറിലാണ്. മകൻ അനൂപിൻ്റെ വിവാഹം കഴിഞ്ഞ് 5ാം നാൾ. സ്ത്രീധനത്തിൻ്റെ പേരിൽ മരുമകളുടെ താലി വലിച്ചു പൊട്ടിച്ചു, മുഖത്ത് ആഞ്ഞടിച്ചു, 35 പവൻ സ്വർണം തട്ടിയെടുത്തു. മരുമകളുടെ പരാതിയിൽ സ്ത്രീധന പീഡന കേസിൽ 2ാം പ്രതിയാണ് സത്യഭാമ. രാമകൃഷ്ണനെതിരായ പരാമർശത്തിലും അവർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. മരുമകളുടെ 35 പവൻ സ്വർണം തട്ടിയെടുത്ത് വീണ്ടും 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നു. പരാതിക്കാരിയുടെ മാതാപിതാക്കളുടെ വീടും വസ്തുവും മകൻ അനൂപിന്റെ പേരിൽ എഴുതി കൊടുക്കാൻ സത്യഭാമ നിർബന്ധിച്ചു. മകൻ കെട്ടിയ താലി പൊട്ടിക്കുകയും മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്തെന്നും FIR-ലുണ്ട്. നിലവിൽ മുൻകൂർ ജാമ്യത്തിലാണ് 1ാം പ്രതി അനൂപും 2ാം പ്രതിയായ സത്യഭാമയും. 5 ദിവസം മാത്രമാണ് പെൺകുട്ടിക്ക് സത്യഭാമയുടെ വീട്ടിൽ താമസിക്കാൻ കഴിഞ്ഞത്. ആദ്യ ദിനം മുതൽ തന്നെ സ്ത്രീധന പീഡനം തുടങ്ങിയതായി പെൺകുട്ടി നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. സത്യഭാമയും മകനും ജോലിക്കാരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സ്ത്രീധന പീഡനത്തെക്കുറിച്ചറിഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടുകാരെത്തിയപ്പോൾ അവരുടെ മുന്നിലും സത്യഭാമ അപമര്യാദയായി പെരുമാറിയതായി പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനിടെ RLV രാമകൃഷ്ണനെതിരായ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. തൃശൂർ SP-യും സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിയും 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവാദ പരാമർശത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ദുർമന്ത്രവാദത്തിൻ്റെയും ആഭിചാരക്രിയകളുടെയും പകപോക്കലിൻ്റെയും കഥ പറയുന്ന മഹാമാന്ത്രികമെന്ന നോവൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാകും. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിരവധി വായനക്കാരെ നേടിയെടുത്ത മഹാമാന്ത്രികം എന്ന നോവലിൻ്റെ രചയിതാവിനെ കുറിച്ചറിഞ്ഞാൽ ആരും ഒന്ന് ഞെട്ടും. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷാണ് ഈ നോവലിസ്റ്റ്. ഇനിയും ചുരുളഴിയാത്ത ഇരട്ടക്കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥ സംഭവങ്ങളുമായി കൂട്ടി വായിക്കാവുന്നതാണ് ഇയാളുടെ കൃതികൾ. നിതീഷിൻ്റെ ജീവിതം പോലെ തന്നെ നോവലും അതിലെ കഥാപാത്രങ്ങളുമെല്ലാം ദുരൂഹതകൾ നിറഞ്ഞതാണ്. ദുരൂഹതകളേറെയുണ്ട് കട്ടപ്പന ഇരട്ടക്കൊലക്കേസിൽ. സിനിമാ കഥകളെ വെല്ലുന്ന സംഭവങ്ങൾ. ദൃശ്യം സിനിമയിലെ പോലെ മൃതദേഹം കുഴിച്ചിടുകയും പിന്നീട് മാറ്റുകയും ചെയ്തതടക്കമുള്ള സംഭവങ്ങൾ. ദൃശ്യം 2ാം ഭാഗത്തിലെ പ്രമേയത്തിലേതിന് സമാനമായി നിതീഷ് ഒരു നോവലും എഴുതിയിട്ടുണ്ടെന്നത് പോലീസിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്.
ഓൺലൈൻ എഴുത്തുകൂട്ടായ്മയായ പ്രതിലിപിയിലാണ് 2018 മഹാമാന്ത്രികം എന്ന പേരിൽ നിതീഷ് PR-ന്റെ നോവൽ പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചത്. 6 അധ്യായങ്ങൾ മാത്രം പ്രസിദ്ധീകരിച്ച നോവൽ പൂർത്തീകരിച്ചിട്ടില്ല. നോവലിന്റെ തുടക്കം മുതൽ നിർത്തുന്നിടം വരെ അടിമുടി ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും പകപോക്കലുമാണ് വിവരിക്കുന്നത്. നിഷ്കളങ്കയായ പെൺകുട്ടിയെ കളങ്കിതയാക്കിയതിനെ തുടർന്ന് ബുദ്ധിഭ്രമം ബാധിക്കുന്നതും പെൺകുട്ടിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ദുർമന്ത്രവാദിയും അയാൾക്കെതിരെ പ്രവർത്തിച്ച് പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു മന്ത്രവാദിയുമാണ് നോവലിന്റെ ഇതിവൃത്തം. മന്ത്രവാദത്തിലൂടെ ചുടലരക്ഷസിനെ വിളിച്ചു വരുത്തുന്നതും താന്ത്രിക വിദ്യകളുമെല്ലാം നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നു. 1/2 ലക്ഷത്തോളം ആളുകളാണ് തുടർ നോവൽ ഇതുവരെ വായിച്ചിട്ടുള്ളത്. നിതീഷിന്റെ അക്കൗണ്ടിന് 2200ഓളം ഫോളോവേഴ്സ് ഉണ്ട്. എഴുത്തുകാരനെ അഭിനന്ദിച്ചും ബാക്കി കഥ എഴുതാൻ ആവശ്യപ്പെട്ടും കഥാകൃത്തിനെ നേരിട്ട് കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചും നിരവധി കമന്റുകളുണ്ട്. നോവൽ എഴുതിയെന്നത് മാത്രമല്ല, ദൃശ്യം സിനിമയിലെ പോലെ നിരവധി സാദൃശ്യങ്ങൾ ഈ കേസിലുണ്ട്. വിജയനെ കൊലപ്പെടുത്തി വീട്ടിൽ കുഴിച്ചിടുകയായിരുന്നു. 2016 കൊലപ്പെടുത്തി കുഴിച്ചിട്ട നവജാത ശിശുവിന്റെ മൃതദേഹം പിന്നീട് ഇവിടെ നിന്നും എടുത്ത് കത്തിച്ചെന്നും ജലാശയത്തിൽ ഒഴുക്കിയെന്നും പ്രതി മൊഴി മാറ്റിയിരുന്നു. മോഷണക്കേസിൽ കൂട്ടുപ്രതി അറസ്റ്റിലായപ്പോൾ താൻ കൊച്ചിയിലാണെന്ന് വിശ്വസിപ്പിക്കാൻ നിതീഷ് ബസ് ടിക്കറ്റും പോലീസിനെ കാണിച്ചു. മഹാമാന്ത്രികം കൂടാതെ 2 നോവലുകൾ കൂടി നിതീഷ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവയും പൂർത്തീകരിച്ചിട്ടില്ല. എഴുതി അവസാനിപ്പിക്കാത്ത നോവലുകൾ ബാക്കിയാക്കി മറ്റൊരു മുഖവുമായി കഴിയുമ്പോഴാണ് മണ്ണോട് ചേർന്നെന്ന് കരുതിയിരുന്ന ക്രൂര കുറ്റകൃത്യങ്ങൾ ഒരു മോഷണത്തിലൂടെ പുറം ലോകമറിഞ്ഞത്. ന്യൂസ് 18 ഇടുക്കി. സ്കൂൾ കോളേജ് പഠനകാലത്ത് ഒരു കൗതുകത്തിന് വേണ്ടിയോ സുഹൃത്തുക്കളുടെ നിർബന്ധത്താലോ പാൻ മസാലകളും വീര്യം കുറഞ്ഞ ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നവരുണ്ട്. പതിയെ പതിയെയാണ് പലരും മയക്കുമരുന്നിൻ്റെ അടിമകളാകുന്നത്. പിന്നീട് കഞ്ചാവ്, LSD സ്റ്റാമ്പുകൾ, MDMA എന്നിവയിലേക്ക് മാറും. ആ ലഹരിയും പോരാതെ വരുമ്പോൾ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കഴിക്കുന്ന ഗുളികകളും മരുന്നുകളും ഉപയോഗിച്ചു തുടങ്ങും. ഇതിൻ്റെ അന്ത്യം എന്താണെന്നറിയണമെങ്കിൽ കോഴിക്കോട് കൊയിലാണ്ടിയിൽ കഴിഞ്ഞ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അമൽ സൂരി എന്ന യുവാവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇങ്ങനെ ചെറിയ അളവിൽ മയക്കുമരുന്ന് കഴിച്ചു തുടങ്ങിയ അമൽ മരിച്ചതിൻ്റെ കാരണം അമിതമായ ലഹരി ഉപയോഗമെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ കൊയിലാണ്ടിയിലെ വിവിധയിടങ്ങൾ എക്സൈസ് സംഘം പരിശോധിച്ചു. കുറുവങ്ങാട് സ്വദേശി അമൽ സൂരിയെ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി സ്റ്റേഡിയത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. മൃതദേഹത്തിന് സമീപം സിറിഞ്ചുകളും മറ്റും കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ KS സുരേഷിന്റെ മേൽനോട്ടത്തിൽ പ്രദേശത്ത് പരിശോധന നടത്തിയത്. അമൽ സൂരിയോടൊപ്പം ഉണ്ടായിരുന്ന 2 പേരെ എക്സൈസ് സംഘം ചോദ്യം ചെയ്തു. തലശ്ശേരിയിൽ നിന്ന് ലഹരി മരുന്ന് എത്തിക്കുന്ന റാക്കറ്റിനെ കുറിച്ച് സൂചന ലഭിച്ചതായി എക്സൈസ് സംഘം പറഞ്ഞു. ഓൺലൈനിലൂടെ മാരക രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗുളികകൾ വ്യാജ അഡ്രസ്സിൽ വരുത്തുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഗുളിക ഓൺലൈനിൽ എത്തിയിരുന്നതായും വിവരമുണ്ട്. തലശ്ശേരിയിൽ നിന്നും വാങ്ങുന്ന ലഹരി വസ്തുക്കൾ രാത്രിയിൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് പാക്കറ്റിലാക്കിയിരുന്നത്. അതിരാവിലെയും രാത്രിയുമാണ് ലഹരി വസ്തുക്കൾ എത്തിച്ചിരുന്നത്. സ്റ്റേഡിയത്തിലെ പൊളിഞ്ഞുകിടക്കുന്ന ഗേറ്റുകൾ പുനഃസ്ഥാപിക്കാൻ സ്പോർട്സ് കൗൺസിലിനോട് ആവശ്യപ്പെടുമെന്ന് എക്സൈസ് കമ്മീഷണർ പറഞ്ഞു. കൊയിലാണ്ടി ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം തുടങ്ങിയ കേന്ദ്രങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ നഗരസഭയോട് ആവശ്യപ്പെടും. ലഹരി മരുന്നിന് അടിമകളായവരെ മോചിപ്പിക്കാൻ പുനരധിവാസ കേന്ദ്രങ്ങളിൽ എത്തിക്കാനും പദ്ധതിയുണ്ട്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. ന്യൂസ് 18 വടകര. നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ സ്ത്രീകളെ അടിമകളെ പോലെ കാണുന്ന ഒട്ടേറെ കുടുംബങ്ങൾ ഇപ്പോഴുമുണ്ട്. സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള അതിക്രമങ്ങൾ, ഭക്ഷണം മോശമായെന്ന് പറഞ്ഞുള്ള ശകാരങ്ങൾ, ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ. ഭർത്താവ് മാത്രമല്ല, ഭർത്തൃമാതാപിതാക്കളുടെയും അധിക്ഷേപങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വരുന്ന ഒട്ടേറെ യുവതികളുണ്ട്. എറണാകുളം വടക്കൻ പറവൂരിൽ യുവതിയെ അമ്മായിയച്ഛൻ കൊലപ്പെടുത്തിയത് ഭക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കമെന്ന് പോലീസ് കണ്ടെത്തൽ.
ഏറെ നാളായി മരുമകൾ ഷാനുവും മകൻ സിനോജുമായി അച്ഛൻ സംസാരിക്കില്ലായിരുന്നുവെന്നും അന്വേഷണ സംഘം പറയുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് വടക്കുംപുറം സ്വദേശി സെബാസ്റ്റ്യൻ മകൻ സിനോജിന്റെ ഭാര്യ ഷാനുവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചത്. കുടുംബകലഹമാണ് അരുംകൊലയ്ക്ക് കാരണം. കുറച്ചു നാളുകളായി ഷാനുവും ഭർത്താവ് സിനോജും സെബാസ്റ്റ്യനുമായി വഴക്കിലായിരുന്നു. ഫാക്ടറിയിലെ കരാർ ജീവനക്കാരനായ സിനോജ് രാവിലെ ജോലിക്ക് പോയി. സെബാസ്റ്റ്യന്റെ ഭാര്യ മകളുടെ വീട്ടിലും പോയിരുന്നു. ജോലിസ്ഥലത്ത് നിന്ന് രാവിലെ 8-ന് സിനോജ് ഷാനുവിനെ ഫോൺ ചെയ്തിരുന്നു. 10:30-ന് ഷാനു തന്റെ അമ്മ മിനിയെ വിളിച്ചിരുന്നു. ഈ സമയത്തൊന്നും മറ്റ് പ്രശ്നങ്ങളുള്ളതായി സൂചിപ്പിച്ചിരുന്നില്ല. ഇവരുടെ വീട്ടിൽ ഭക്ഷണത്തെ ചൊല്ലി ഏതാനും മാസം മുൻപ് വാക്കുതർക്കങ്ങളുണ്ടായിരുന്നു. പിന്നീടാണ് മകനും മരുമകളും അച്ഛനുമായി സംസാരിക്കാതായതും വൻ ദുരന്തത്തിൽ കലാശിച്ചതും. വഴക്കിനെ തുടർന്ന് സെബാസ്റ്റ്യൻ ഷാനുവിനെ ആക്രമിച്ച ശേഷം കത്തികൊണ്ട് കഴുത്തറക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. രക്തത്തിൽ കുളിച്ച നിലയിൽ ഷാനു ഓടി അയൽപക്കത്തെ വീട്ടിലെത്തി. ബോധം കെട്ട് വീണു. ഉടനെ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കേക്കര പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്തു കയറിയപ്പോഴാണ് സെബാസ്റ്റ്യനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊച്ചി. മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചും പരാതിക്കാരും തമ്മിലുള്ള കള്ളനും പോലീസും കളി തുടരുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായ സാമ്പത്തിക ആരോപണവും പരാതിക്കാർക്കെതിരായ വെളിപ്പെടുത്തലും കേസന്വേഷണത്തെ പോലും ബാധിച്ചേക്കാം. അതിനിടെ മോൻസൺ കേസിലെ പരാതിക്കാരൻ യാക്കൂബ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. മോൻസണുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ഇയാൾക്ക് നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ രേഖകൾ കൈപ്പറ്റുന്നില്ലെന്നും ഡിവൈഎസ്പി വയ്യാർ റസ്റ്റത്തിൻ്റേത് പ്രതികാര നടപടിയെന്നും പരാതിക്കാരൻ യാക്കൂബ് ആരോപിക്കുന്നു. മോൻസൺ മാവുങ്കലിന് നൽകിയ 10 കോടി രൂപയുടെ രേഖകൾ ഹാജരാക്കണമെന്നാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത്. ഇതിൽ 7 കോടിയിലധികം വരുന്ന കള്ളപ്പണമാണ് പരാതിക്കാർ നൽകിയതെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. എന്നാൽ കൃത്യമായ രേഖകളുണ്ടെന്ന് പരാതിക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് രേഖകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് യാക്കൂബിന് നോട്ടീസ് നൽകിയത്. രാവിലെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായെങ്കിലും ഉദ്യോഗസ്ഥർ രേഖകൾ കൈപ്പറ്റിയിരുന്നില്ലെന്ന് പരാതിക്കാരൻ പറഞ്ഞു. ഡിവൈഎസ്പി ഓഫീസിൽ ഇല്ലായിരുന്നു എന്ന് മറുപടി. എസ്പി രേഖ കൈപ്പറ്റാൻ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ഡിവൈഎസ്പി വയ്യാർ റസ്റ്റത്തിന്റേത് പ്രതികാര നടപടിയാണെന്നും ക്രൈംബ്രാഞ്ചിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും യാക്കൂബ്. എന്തിനായിരുന്നു ഇതിങ്ങനെ കൊടുത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വിജിലൻസിലും എന്നോട് കൈക്കൂലി വാങ്ങിയതൊക്കെ ഞാൻ ചോദിച്ച് പരാതി ഇതൊക്കെ കൊടുത്തതിൻ്റെ പേരിൽ എന്നെ പേഴ്സണലി ഹറാസ്മെൻറ്റ് ചെയ്യാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതൊന്ന് 3 വർഷത്തോളം ഇവിടെ കയറി ഇറങ്ങി എന്നോട് ഇത് റിസീവ് ചെയ്യാനുള്ള ഒരു കോമൺ സെൻസ് എന്തെങ്കിലും കാണിക്കണ്ടേ? അതെന്താ എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ നേരത്തെയും കൈമാറിയതാണ്. ഇതാണ് സ്ഥിതി. ഇപ്പോൾ ആരും അത് വാങ്ങാതെ പോലും ആരും തയ്യാറല്ല. പക്ഷെ ഇത് വാങ്ങാതെ തയ്യാറല്ല. ഈ 10 കോടി എന്നോട് ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കില്ല. അതിലുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ വ്യക്തമാണ്. അനൂപിൻ്റെ പൈസ 6 കോടി ഉണ്ട്, എൻ്റെ പൈസ ഞാൻ സ്റ്റേറ്റ്മെൻറ്റിൽ കുറേ എല്ലാം വ്യക്തമാണ്. ഇത് ജനങ്ങളെയും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഈ സംവിധാനത്തിനൊക്കെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ വിഡ്ഢിയാക്കുന്ന ഒരു സ്വഭാവം. അതൊന്ന് ചെക്ക്. ഞാൻ ഇതിനെല്ലാം കോടതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്, എല്ലാം കരുതി ചെയ്യുന്നുണ്ട്. അതേസമയം പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി വയ്യാർ റസ്റ്റത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുകയാണ്. അന്വേഷണം വേഗത്തിലാക്കാൻ റസ്റ്റം 1.25 ലക്ഷം രൂപ വാങ്ങിയെന്നായിരുന്നു പരാതിക്കാരുടെ ആരോപണം. ഇരയായ പെൺകുട്ടിയുടെ സഹോദരന് 5 ലക്ഷം രൂപ നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്തതാണ് തനിക്കെതിരെയുള്ള കള്ളപ്പരാതിയുടെ കാരണമെന്ന് റസ്റ്റം പ്രതികരിച്ചിരുന്നു.
ന്യൂസ് 18 കൊച്ചി. വടക്കൻ കേരളത്തിൽ കള്ളനോട്ട് ഹവാല സംഘങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. കാസർഗോഡ് അമ്പലത്തറ ഗുരുപുരത്തെ വാടക വീട്ടിൽ നിന്നും നിരോധിച്ച 2000 രൂപ നോട്ടുകളുടെ 7 കോടിയോളം രൂപ പിടിച്ചെടുത്ത സംഭവത്തിൽ നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. അബ്ദുൾ റസാഖ് എന്നയാൾക്ക് വാടകയ്ക്ക് നൽകിയ വീട്ടിലെ പൂജാമുറിയിലും കിടപ്പുമുറിയിലുമാണ് കള്ളനോട്ട് സൂക്ഷിച്ചിരുന്നത്. കർണാടക സുള്ളിയ സ്വദേശിയുടെ നേതൃത്വത്തിലായിരുന്നു കള്ളനോട്ട് ഇടപാടുകൾ. ഗുരുപുരത്തെ വീട്ടിൽ നിന്നും പിടികൂടിയ നിരോധിച്ച 2000 രൂപയുടെ കള്ളനോട്ട് ശേഖരം എണ്ണിത്തീർത്തത് 24 മണിക്കൂർ സമയമെടുത്താണ്. അമ്പലത്തറ ഗുരുപുരത്തെ വീട്ടിൽ നിന്ന് പിടികൂടിയ നിരോധിച്ച 2000 രൂപയുടെ കള്ളനോട്ടുകൾ എണ്ണിത്തീർത്തത് 24 മണിക്കൂർ സമയമെടുത്താണ്. അമ്പലത്തറ രാജപുരം സ്റ്റേഷനുകളിലെ പോലീസുകാർ ഉൾപ്പെടെ 20ഓളം ഉദ്യോഗസ്ഥർ ചേർന്നാണ് 2000ന്റെ 360 നോട്ടുകെട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തിയത്. 6,96,00,000 രൂപയാണ് ഉണ്ടായിരുന്നത്. പല കെട്ടുകളിലും 100 എണ്ണം വീതം ഇല്ലായിരുന്നു. കള്ളനോട്ടായതിനാൽ മെഷീനിൽ നിന്ന് നോട്ട് തെറിക്കുന്ന അവസ്ഥയും ഉണ്ടായി. സീരിയൽ നമ്പർ അടക്കം പകർത്തുന്നതിനായാണ് പോലീസ് ഇത്രയും സമയമെടുത്ത് ജോലി പൂർത്തീകരിച്ചത്. ഗുരുപുരത്തെ KP ബാബുരാജ് അബ്ദുൾ റസാഖ് എന്നയാൾക്ക് വാടകയ്ക്ക് നൽകിയ വീട്ടിലെ പൂജാമുറിയിലും കിടപ്പുമുറിയിലുമായാണ് കള്ളനോട്ടുകൾ സൂക്ഷിച്ചിരുന്നത്. കള്ളനോട്ടുകൾ കോടതിയിൽ ഹാജരാക്കി. സംഭവത്തിൽ കല്ലോട്ട് താമസിക്കുന്ന പാണത്തൂർ സ്വദേശിയായ അബ്ദുൾ റസാഖിനെതിരെ അമ്പലത്തറ പോലീസ് കേസെടുത്തു. കർണാടക സുള്ളിയ സ്വദേശിയുടെ നേതൃത്വത്തിലാണ് കള്ളനോട്ട് ഇടപാട് നടത്തിയെന്നാണ് വിവരം. ഇയാളെ കണ്ടെത്താനും പോലീസ് വ്യാപകമായി തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. 10 വർഷം മുൻപ് മൗവൽ ഹദാദിലേക്ക് താമസം മാറിയ കർണാടക സ്വദേശി പരയങ്ങാനത്ത് കോടികളുടെ വീട് പണിയുന്നുണ്ട്. ഹോട്ടൽ വ്യാപാരം നടത്തുന്നയാൾ എന്ന വ്യാജേനയാണ് റസാഖ് വീട് വാടകയ്ക്കെടുത്തത്. മൗവലിലെയും അമ്പലത്തറയിലെയും 2 പ്രമുഖന്മാർക്ക് കൂടി ഇതിൽ പങ്കുള്ളതായി സൂചനയുണ്ട്. 2000 രൂപയുടെ നോട്ട് നിരോധിച്ചെങ്കിലും റിസർവ് ബാങ്കിൽ ഇപ്പോഴും ഇവ സ്വീകരിക്കുന്നുണ്ട്. ഒളിവിലുള്ളവരെ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യം പുറത്തു വരികയുള്ളൂ. ന്യൂസ് 18 കാസർഗോഡ്. റമദാനിൽ നഗരങ്ങളിൽ ഉൾപ്പെടെ ആൾത്തിരക്ക് ഒഴിയുന്നതിന്റെ മറവിൽ കടകളിൽ വ്യാപക മോഷണം. മലപ്പുറം പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ നിരവധി കടകളിൽ കള്ളൻ കയറി. പഴക്കടയിൽ നിന്ന് പണവും CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്കും മോഷ്ടിക്കപ്പെട്ടു. മറ്റൊരു CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചാണ് കള്ളന്മാർക്ക് വേണ്ടിയുള്ള പോലീസിന്റെ അന്വേഷണം. റംദാൻ വ്രതകാലത്ത് നോമ്പു തുറയ്ക്കും മറ്റുമായി കടകൾ നേരത്തെ അടയ്ക്കുകയും ടൗണുകളിൽ തിരക്കൊഴുകുകയും ചെയ്യുന്നതിന്റെ മറവിലാണ് മോഷണശ്രമങ്ങൾ വ്യാപകമാകുന്നത്. ആൾത്തിരക്ക് കുറഞ്ഞതോടെ പല കടകളിലും മോഷണശ്രമം നടക്കുന്നുണ്ട്. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിലെ നിരവധി കടകളിൽ കഴിഞ്ഞ ദിവസം രാത്രി കവർച്ചാശ്രമമുണ്ടായി. ചമ്രവട്ടം ജംഗ്ഷൻ, കുണ്ടുകടവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് മോഷ്ടാവെത്തിയത്. പ്രദേശത്തെ 9ലധികം കടകളിലാണ് ഒറ്റ രാത്രി മോഷണശ്രമം നടന്നത്. ചില കടകളുടെ ഗ്ലാസും പൂട്ടും തകർത്തിട്ടുണ്ട്. പഴക്കടയിൽ കയറിയ മോഷ്ടാവ് അവിടെ നിന്നും 6000ഓളം രൂപയും CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്കും മോഷ്ടിച്ചു. തെളിവ് നശിപ്പിക്കാനാണ് ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചതെങ്കിലും പ്രദേശത്തെ തന്നെ മറ്റൊരു CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് കടയുടമകൾ മോഷണശ്രമം അറിയുന്നത്. ഇത്രയധികം കടകളുടെ പൂട്ട് പൊളിച്ചത് ഒരാളാണോ സംഘമായാണോ എന്ന സംശയമാണ് വ്യാപാരികളിൽ ബാക്കി നിൽക്കുന്നത്. പൂട്ട് പൊളിച്ചിട്ട് അത് ഓപ്പണാക്കിയിട്ട് ഇട്ടിട്ടില്ല. ഷട്ടർമേൽ പൂട്ടില്ല, നമ്മൾ പൂട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ തുറന്നു നോക്കി. അപ്പോൾ എന്നെ ഇവിടുന്ന് അപ്പുറത്തെ മോമാലി ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. സാധനം പിന്നെ എൻ്റെ എന്തെങ്കിലും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കണം നോക്കുന്നുണ്ട്. ഒന്ന് നോക്കിയപ്പോൾ എല്ലാം വലിച്ചിട്ടിട്ട് ഇതാക്കിയാണ് മേശൻ്റെ വലിപ്പ് കൊടുക്കണ കൊണ്ടേക്കണ്. എന്നിട്ട് അപ്പുറത്തെ പറമ്പിൽ കൊണ്ടിട്ട് രാവിലെ തുറക്കാൻ കട വന്നപ്പോൾ കടയിലെ പൂട്ട് തകർത്തിട്ടാണ് ആൾ കയറിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കണം. പിന്നെ മേശയിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു,
ഒരു 6,000 ഉറുപ്പിക അടുത്തുണ്ടാവും, ചേഞ്ചും ചില്ല അതും കൊണ്ടുപോയിട്ടുണ്ട്. പൈസ ഇടുന്ന 2 പെട്ടി അവർ കൊണ്ടുപോയി പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുക. പിന്നെ പേപ്പറുകളൊക്കെ വലിച്ചെറിഞ്ഞിട്ടേ തൂക്കാനാക്കിയിരിക്കും. ചില്ലറ കാശ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ചില്ലറ ഈ 10 ചില്ലറയൊക്കെ ഉണ്ടായിരുന്നു. 1000 താഴെ രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കാലം പോലെ ആക്കിയിട്ടുണ്ട് മേശയൊക്കെ. വ്യാപാരികളുടെ പരാതിയിൽ പൊന്നാനി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് ജില്ലയിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഘങ്ങൾ സജീവമാകുമ്പോഴും പോലീസ് നോക്കുകുത്തിയാണ്. സമാനമായ രീതിയിൽ ഈ സമീപകാലത്ത് മാത്രം 25ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കാഞ്ഞങ്ങാട്ടും ആശങ്ക പരന്നിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി ഒടുവിൽ പോലീസ് രംഗത്തെത്തി. ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തുന്ന സംഘം വെള്ളം ചോദിച്ചും വഴി ചോദിക്കാനും എന്ന വ്യാജേനയും സമീപിച്ചാണ് മാല പൊട്ടിച്ച് കടന്നു കളയുന്നത്. മുതിർന്ന സ്ത്രീകളാണ് ഇവരുടെ ഇരകൾ. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചിട്ടും പോലീസിന് പ്രതികളെ പിടികൂടാനാകാത്ത അവസ്ഥയാണ്. CCTV ക്യാമറകളിൽ ഉൾപ്പെടെ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിയുന്നുണ്ടെങ്കിലും മോഷ്ടിച്ച ബൈക്കുകളിലെത്തിയുള്ള കവർച്ചയായതിനാലാണ് പോലീസിന് പ്രതികളെ പിടികൂടാനാകാത്തത്. മാല തട്ടിപ്പറിക്കുന്ന സംഘത്തെ ഭയന്ന് ഒഴിഞ്ഞയിടങ്ങളിൽ സ്ത്രീകൾക്ക് ആശങ്കയോടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണിപ്പോൾ. ഈ സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബോധവൽക്കരണം കൂടി നടത്തുകയാണ് പോലീസ്. ഇതിന്റെ ഭാഗമായാണ് ഹോസ്ദുർഗ് പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ ജാഗ്രത മുന്നറിയിപ്പുമായി എത്തിയത്. ആൾത്തിരക്ക് ഒഴിഞ്ഞ വഴികളിലും ഗ്രാമീണ റോഡുകളിലും അപരിചിതർ ബൈക്കിൽ വന്ന് വഴി ചോദിക്കുന്നതായും സ്വർണ്ണമാല പൊട്ടിച്ചു പോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. ഇതിനിടെ കഴിഞ്ഞ ദിവസം കുഡ്ലു പായിച്ചാലിലെ 60കാരിയായ സാവിത്രിയുടെ കഴുത്തിൽ നിന്നും 2 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല തട്ടിപ്പറിച്ച സംഭവത്തിൽ മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. സാവിത്രി ആശുപത്രിയിലേക്ക് പോയി തിരിച്ചു വരവെ ചൌക്കി ആസാദ് നഗറിലെത്തിയപ്പോൾ ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടറിലെത്തിയ യുവാവ് സമീപത്ത് നിർത്തി ഒരാളുടെ പേര് ചോദിക്കുകയും ഉടൻ മാല പറിച്ചെടുത്ത് കടന്നു കളയുമായിരുന്നു. ബദ്രപ്പള്ളി ഹോസ്പിറ്റലിലേക്ക് മരുന്നിന് പോയിട്ട് അവിടുന്ന് മാവേലി സ്റ്റോറിലേക്ക് പോയിട്ട് തിരികെ വരുമ്പോൾ എൻ്റെ അടുത്തൊരു സ്കൂട്ടിക്കാരെ വന്നിട്ട് ചോദിച്ചു, രാമേട്ടൻ അറിയോ എന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ പറയുമ്പോൾ അവിടുന്ന് എൻ്റെ കഴുത്തിൻ്റെ മാല പൊട്ടിച്ചിട്ട് പാഞ്ഞിട്ട് അവിടെ ഒച്ച വെക്കുമ്പോൾ അടുത്ത വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഇത് എന്ത് സംഭവം എന്ന് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മാല പൊട്ടിച്ചിട്ട് പാഞ്ഞെന്ന് പറഞ്ഞു. അന്വേഷണത്തിന്റെ ഭാഗമായി പരിസര പ്രദേശത്തെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. നേരത്തെ സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പിടിയിലായ പ്രതികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. സാധാരണ നമ്മുടെയൊക്കെ കുട്ടികൾ സുഹൃത്തുക്കളുടെ വീട്ടുകാരുമായി നല്ല ബന്ധമൊക്കെ സ്ഥാപിക്കുന്നു. അവരുടെ വീടുകളിൽ പോവുകയും അടുത്ത് ഇടപെടുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇക്കാലത്ത് സുഹൃത്തുക്കളുടെ ബന്ധുക്കളെയൊന്നും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. വയനാട് പനമരത്ത് 14കാരിയെ കടത്തിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് കൂട്ടുകാരിയുടെ രണ്ടാനച്ഛനാണ്. സംഭവത്തിൽ കൂട്ടുകാരിയുടെ അമ്മയും അറസ്റ്റിലായി. പനമര സ്വദേശിനി തങ്കമ്മയുടെ അറിവോടെയാണ് പീഡനം നടന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തങ്കമ്മയുടെ 2ാം ഭർത്താവ് വിനോദിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കാണാതായത്. തുടർന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകി. തിങ്കളാഴ്ചയാണ് പെൺകുട്ടിയെ തൃശൂരിലെ പാലപ്പെട്ടി വളവിൽ നിന്ന് കണ്ടെത്തിയത്. മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ കണ്ടെത്താനായത്. കുട്ടിയോടൊപ്പം കൂട്ടുകാരിയുടെ അമ്മ തങ്കമ്മയും ഇവരുടെ 2ാം ഭർത്താവ് വിനോദും ഉണ്ടായിരുന്നു. വിനോദ് വിവാഹ വാഗ്ദാനം നൽകിയാണ് പെൺകുട്ടിയെ കൊണ്ടുപോയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതായും വൈദ്യപരിശോധനയിൽ കണ്ടെത്തി.
ഇതിന് പിന്നാലെ വിനോദിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് തങ്കമ്മയെയും അറസ്റ്റ് ചെയ്തു. പോക്സോ കോടതിയിൽ ഹാജരാക്കിയ 2 പ്രതികളും ഇപ്പോൾ റിമാൻഡിലാണ്. വിനോദിനെതിരെ ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിലും പോക്സോ കേസുണ്ട്. തങ്കമ്മയും വിനോദും നാടോടികളായി അലഞ്ഞു തിരിയാറുള്ളവരാണ്. കുട്ടിയുടെ വീടിന് സമീപത്താണ് തങ്കമ്മയുടെ സഹോദരിയുടെ വീട്. അങ്ങനെയാണ് തങ്കമ്മയുടെ മകൾ കുട്ടിയെ പരിചയപ്പെട്ടത്. കോടതിയിൽ ഹാജരാക്കിയ പെൺകുട്ടിയെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടു. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ന്യൂസ് 18 വയനാട്. പോലീസ് പെട്രോൾ അവസാനിക്കുന്നതിന് മുൻപ് ഹൈദരാബാദിലെ ബീഗംപെട്ടിലേക്കൊന്ന് പോകാം. അവിടെ തോക്കു ചൂണ്ടി കവർച്ചയ്ക്കെത്തിയ കള്ളനെ കുടുക്കിയത് ഒരമ്മയുടെയും മകളുടെയും ധീരമായ ഇടപെടലാണ്. വീട്ടിൽ കയറിയ കള്ളനെ ഇരുവരും ചേർന്ന് വീട്ടിൽ നിന്നും പുറത്താക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പിന്നീട് 2 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ അമ്മയുടെയും മകളുടെയും ധീരതയെ പോലീസ് വരെയും അഭിനന്ദിക്കുകയാണ്. കള്ളന്മാരും അക്രമികളും നാട്ടിൽ വിലസുന്ന ഈ കാലത്ത് എല്ലാവരും അത്യാവശ്യം ആയോധന കലകളൊക്കെ പഠിക്കുന്നത് നന്നായിരിക്കും. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. അതുകൊണ്ട്